ബെൻസിന് പണി കിട്ടി, ടയറ് പൊട്ടിപ്പോയി ചേട്ടാ. ഇന്നലെ വൈഫിൻ്റെ പേരോ ഓളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണേ. ഫ്രണ്ടിൻ്റെ അസുഖമായിട്ട് കാണാൻ വേണ്ടി പോയതാ. ഓളെ കൊണ്ടാക്കി തിരിച്ചു വരുമ്പോഴത്തേക്ക് ചെറിയ ഇടവഴി പോലത്തെയായിരുന്നു. അപ്പോൾ റോഡ് സൈഡ് കല്ലിടാൻ ഞാൻ കണ്ടില്ല. വെച്ചടിച്ച് ടയറ് പൊട്ടി. നോക്കുമ്പോൾ കാറ്റടിച്ച കുറച്ച് സമയം നിൽക്കുന്നുണ്ട്. ഒരു കാമണിക്കൂർ കിട്ടും. അപ്പോൾ വണ്ടിയിൽ കാറ്റടിക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അത് വെച്ചാൽ അത് ഇതിൻ്റെ കാറ്റടി. ഞാൻ അതുകൂടി കാണിച്ചു തരാം. എല്ലാവരും വണ്ടിയിൽ ഇങ്ങനെ ഒരു സാധനം വെക്കുന്നത് ഏറ്റവും നല്ല കേട്ടോ. ഇത് നമ്മൾ വണ്ടി വാങ്ങുമ്പോൾ ഇതിനെപ്പറ്റിയുള്ള സാധനം അതൊക്കെ കേട്ടാ. ഈ ഒരു മിഷ പെട്ടെന്ന് കാറ്റടിക്കാൻ പറ്റും, എളുപ്പമാണ് സാധനം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല കണ്ണൂരടിയും നിൽക്കേണ്ട വന്നിട്ടില്ല. കാമണിക്കൂടുമ്പോൾ നിൽക്കൂ, നിർത്തിയിട്ട് കാറ്റടിക്കും, ആദ്യം വിടും. അങ്ങനെതാ ഇന്ന് നമ്മളെ വർക്ക്ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ വരാൻ കാരണം വെച്ചാൽ നല്ല സർവീസാണ്, ഭയങ്കര സ്വീകരണമാണ്. വരുമ്പോൾ തന്നെ വേഗം ചടപടയെന്ന് പറഞ്ഞിട്ട് ആക്കി തരും. ഒരു ലാഗ് പോടൊന്നുമില്ല. ഞാൻ ഇന്നലെ പഞ്ചർ ആയ സമയത്ത് ഒരു ടയറടി കയറിനെ അവിടെ കയറുമ്പോൾ വെച്ചാൽ ഇവർ മെല്ലെ എണീച്ച് എന്താണെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ ഒരു മകനല്ലേ റെസിക്ക് വെച്ചാൽ ഫുൾ ഫാസ്റ്റാവും. വേഗം വന്ന് ഇപ്പാക്കി തരാം. ചടപട പറഞ്ഞിട്ട് നല്ല കെയറിങ് ആണ്, നല്ല സർവീസാണ്. അതുകൊണ്ട് എൻ്റെ ഷോപ്പിൻ്റെ തൊട്ടിപ്പുറമാണ്. ഇതാണ് ടയർ കട. അതുകൊണ്ട് ഞാൻ വീഡിയോ വരുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെ ബെൻസിൻ്റെ അവസ്ഥ ഇങ്ങനെയാണുള്ള. അപ്പോൾ ഈ ടയറൊന്ന് ശരിയാക്കിയിട്ട് പോകണോ. ഇന്നത്തെ കുറച്ച് പരിപാടിയുണ്ട്. ഇന്നെനിക്ക് കണ്ണൂർ ലയൺസ് ക്ലബ്ബിൽ ഞാൻ അംഗമാണ് കേട്ടോ. ഞാനത് ഇതുവരെ വീഡിയോ പറഞ്ഞില്ല. അപ്പോൾ ഇത് ലയൺസിൻ്റെ ഒരു പരിപാടിയാണ് എനിക്ക് കണ്ണൂർ. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകാനുണ്ട്. അപ്പോൾ ഈ ടയർ ശരിയാക്കിയാൽ മാത്രമേ പോകാൻ കഴിയുള്ളൂ. അപ്പോൾ റസീക്ക് എന്തായാലും സ്പീഡ് ചെയ്തിരുന്നു വിചാരിക്കുന്നത്. ഏതായാലും ആ പണി നോക്കാം. ഷോപ്പ് പോയില്ല കേട്ടോ. ഇത് മൊത്തം വണ്ടീൻ്റെ വേഗം തന്നെ ആയിപ്പോയി. എന്തായാലും ഇന്നൊരു സങ്കടമുള്ള ദിവസമാണ്. സമയം അത്ര ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമയം ശരിയാവും. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കിട്ടണം, എന്നാലേ ജീവിതം നമ്മൾ ശരിക്കും പഠിക്കും. വെറും സൂക്ഷിച്ച് ജീവിക്കൽ പോരല്ല, ഇടയ്ക്ക് ഓരോന്ന് കിട്ടുന്നത് നല്ലതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും വേഗം ശരിയായിട്ട് വേഗം പോകേണ്ട പരിപാടിയാണ്. ഓക്കെ.